സഹോദരങ്ങളെ, ഒരാൾക്കും അള്ളാഹുവിൻ്റെ ഔദാര്യം അതില്ലായിരുന്നുവെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഫള് അതില്ലാതിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാലല്ലാതെ ഒരാൾക്കും ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് ചില കാര്യങ്ങൾ ഉടമപ്പെടുത്താൻ തൗഫീഖ് നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചെയ്യാൻ അത് തൗഫീഖ് നൽകും, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് സഹാബിമാർ പറയുകയാണ്, എന്താണത്? ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ. എന്താണ് സഹോദരങ്ങൾ? ഇതാ സമ്പത്തുള്ള ആളുകൾ അവർ ധാരാളം പ്രതിഫലവുമായി മുൻകടന്നിരിക്കുന്നു. യുസല്ലൂന കമാ നുസല്ലി, നമ്മൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുകയാണ്. വയസൂമൂന കമാ നസൂമൂൻ, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും എന്ത് ചെയ്യുകയാണ്? നോമ്പനുഷ്ഠിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, അവർക്ക് മിച്ചം വരുന്ന സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? അള്ളാഹുവിന് സ്വതക്ക നൽകുകയാണ്. അത് പാവപ്പെട്ട സഹാബിമാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നോക്കൂ സഹോദരങ്ങളെ, സഹാബിമാരുടെ ആവലാതി എന്താണ്? നമുക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് സമ്പത്തുമുണ്ട്, നിസ്കരിക്കാനുള്ള കഴിവുമുണ്ട്, അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യാനും നമുക്ക് ആവതുണ്ട്. പക്ഷെ എന്താണ് നമുക്കുള്ള തടസ്സം? മടി. അതല്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ദുനിയാവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിൽ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കാത്തത്. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, സഹാബിമാർ അവർ വന്നുകൊണ്ട് റസൂലിനോട് പറയുകയാണ്, വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, അവരവരുടെ മിച്ചം വരുന്ന സമ്പത്ത് കൊണ്ട് സ്വതക്ക ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അവർക്കുള്ള പ്രയാസം അത് നീക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വതക്കയായി നിശ്ചയിച്ച കാര്യങ്ങൾ എന്തെന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? സഹാബിമാർ പറഞ്ഞു, അതെ. അവിടുന്ന് പറയുകയാണ്, ഇന്നലി കുല്ലി തഹ്മീദത്തിൻ സ്വതക്ക വകുല്ല തസ്ബീഹത്തിൻ സ്വതക്ക വകുല്ല തഹ്ലീലത്തിൻ സ്വതക്ക വൽ അംറും ബിൽ മഅറൂഫി സ്വതക്ക വന്നഹ്യുൻ അൻ മുൻകരിൻ സ്വതക്ക. റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, ഇതെല്ലാം തന്നെ എന്താണ്? സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് സന്തോഷമായി. അവരെന്ത് ചെയ്തു? തിരിച്ചു മടങ്ങിപ്പോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് വീണ്ടും പറയുകയാണെന്ത്? റസൂലേ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അഥവാ തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് കൊടുക്കുന്ന ഫദ്ലാണത്, ഔദാര്യമാണ് അവൻ്റേത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഉടമപ്പെടുത്താൻ തൗഫീഖ് നൽകും. അതിനാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു കാര്യം നമുക്ക് ഉടമപ്പെടുത്താൻ സാധിച്ചാലും അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല.